ഇപ്പൊ സമയം 5:30, വൈകുന്നേരം 5:30, ഉച്ചയ്ക്ക് 5:30. ഇത്രയൊക്കെ ആയിട്ട് നേരിട്ട് വിളിക്കണില്ലല്ലോ അടച്ചോനെ. ഉച്ചയ്ക്ക് നീച്ചിക്കണത് വേറെ ഭ്രാന്തൊന്നും അല്ലോ. ഇന്ന് മുതൽ നമ്മൾ രാവിലെ എണീറ്റ് നടക്കാൻ പോകും. അച്ഛനമ്മയ്ക്കൊക്കെ പന്നേനോട് ഓരോന്നും നീച്ചില്ല. അച്ഛമ്മണ്ടിനെ പച്ചമ്മയ്ക്ക് ഒരു താറ്റിയും കൊടുത്ത് അച്ഛമ്മേന്റെ നോക്കിയ ഫോണും കൊണ്ട് ഞാനിട്ട് നടന്നു. എന്റെ നടത്തം കണ്ട് ഇക്കന്നെ എന്നോട് അഭിമാനം തോന്നി. ഇക്ക് ഇത്ര ധൈര്യം. സംഭവം മുന്നിലും ബാക്കിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. ഓല നടക്കുകയാണെങ്കിൽ വെള്ളാട്ട പോക്കർ പോകണമായിരുന്നില്ലേ കണ്ടിട്ട്. ഒന്നെങ്കിൽ ഓലിന്റെ കണ്ട് പേടിക്കും, അല്ലെങ്കിൽ ഞാൻ ഓല കണ്ട് പേടിക്കും. സമയം ഇപ്പോൾ 6:09. ഇങ്ങോട്ടും നേരം വെളുത്തില്ല. നടന്നടന്ന് മലയിലെത്തിട്ടോ. വീട്ടത്തെ പോലെ തന്നെ എവിടെയും നേരം വെളുത്തില്ല. അയ്യോ, ഇപ്പൊ ചെറുതായിട്ട് നേരം വിളിക്കുന്നുണ്ട്. മലയിലൊന്നും ഒരു മനുഷ്യന്മാരില്ല കേട്ടോ. ഇവിടെ മലയും ഞാനും മാത്രമേ ഉള്ളൂ. നേരത്തെ അന്നേരൊക്കെ ഏത് വഴിക്കാ പോയാ. ഏതായാലും മല വരെ വന്നു. അപ്പൊ എന്തെങ്കിലും കുറച്ച് എക്സസൈസ് ചെയ്യാന്ന് വിചാരിച്ച് ചെയ്യണതാണ് ഇപ്പൊ ഈ കാണുന്നത്. മല മൊത്തം പുല്ലോണ്ട് നടണം. ഈ പുല്ലോണ്ട് ഭയങ്കര ഉപകാരമാണ്. പണ്ട് ഞങ്ങൾ പുൽക്കൂടൊക്കെ ഇതിനോണ്ടാണ്ടാക്കുക. നേരം സൂര്യന്റെ ഉദയം കാണാൻ മൂപ്പരെ കാത്തിക്കാണ്. ഇന്ന് സൂര്യൻ ലേറ്റ് ആട്ടോ. എന്തേ ആവോ. നിങ്ങൾക്ക് ഒരു അടിപൊളി വ്യൂ കാണിച്ചിരുന്നേ. ഓ പൊളി. സൂര്യൻ നമ്മളെ പറ്റിച്ചിട്ടു. മൂപ്പര് നേരെ മേഘത്തിനുള്ളിൽ കിടക്കുക. ഇത്രയും നേരം സൂര്യനെ കാത്തുനിന്ന് ഞാനാരെ. അപ്പൊ നമ്മള് തിരിച്ചിറങ്ങാണ്. ഇന്നത്തെ എത്ര ദിവസം ഉണ്ടാവും അറിയില്ല. പക്ഷെ നടന്നപ്പോ വല്ലാത്തൊരു ഉന്മേഷം.